بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. عن أنس بن مالك رضي الله عنه തൊട്ടുദ്ധരിച്ച ഹദീസിൽ കാണാം كان رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ലൈസ ബിത്തവീലിൽ ബാഇനി നബി തങ്ങൾ അങ്ങേയറ്റം നീളമുള്ളവരായിരുന്നില്ല. മറ്റുള്ളവരെക്കായി പ്രകടമായി നിൽക്കുന്ന നിലക്ക് അല്ലെങ്കിൽ നടുമധ്യമായതായ ഒരിതിനെ തൊട്ടു വിദൂരമായ നിലക്കുള്ള ഓവർ നീളമുള്ളവരായിരുന്നില്ല നബിതങ്ങൾ. വലാബിൽ ഖസീരി നബിതങ്ങൾ അങ്ങേയറ്റത്തെ കുള്ളനുമായിരുന്നില്ല, അങ്ങേയറ്റം പൊക്കം കുറഞ്ഞതായ ഒരു കുള്ളനോ ആയിരുന്നില്ല നബിതങ്ങൾ. നബിതങ്ങൾ എപ്പോഴും നബിതങ്ങളുടെ പ്രകൃതി എങ്ങനെയായിരുന്നു? അന്നഹു കാന മുതവസ്സിതൻ ബൈന തൂലി വൽ ഖസർ. നബിതങ്ങൾ അങ്ങേയറ്റം നീളമുള്ളവരോ അങ്ങേയറ്റം പൊക്കം കുറഞ്ഞവരോ ആയിരുന്നില്ല, മറിച്ച് നടുമധ്യമായ രൂപത്തിൽ ഉള്ള പ്രകൃതിയുടെ ഉടമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങൾ വെളുത്ത ആളുമായിരുന്നില്ല. അബിയദുൽ അംഹഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പിനെ തൊട്ടും അതേപോലെ ഒരു വെളുപ്പിന്റെ കൂടുണ്ടാകുന്ന ഒരു തിളക്കമുണ്ട്. തിളക്കത്തിനെ തൊട്ടും ചുമപ്പിനെ തൊട്ടും ഒഴിവായ നിലക്കുള്ള വെളുത്തവരായിരുന്നില്ല നബിതങ്ങൾ. മറിച്ച് നബിതങ്ങളുടേതായ വെളുപ്പ് ബൽകാന ബയാലുഹു നയ്റൻ മുസ്റബൻ ബിഹംറാ, ചുമപ്പ് കലർന്നതായ പ്രകാശമുടയ വെളുപ്പുടയവരായിരുന്നു നബിതങ്ങൾ. വെള്ളപ്പാണ്ടിനോട് സാദൃശ്യമായ നിലക്കുള്ളതായ വെളുത്തവരായിരുന്നില്ല നബിതങ്ങൾ. നബിതങ്ങളുടെ വെളുപ്പ് എന്തായിരുന്നു? നല്ല തിളക്കവും ചുമപ്പും കലർന്ന വെളുപ്പുടയവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വലാബിൽ ആദമി, നബിതങ്ങൾ തവിട്ട് നിറമുള്ളവരുമായിരുന്നില്ല. വലാബിൽ ജഅദിൽ ഖതതി, നബിതങ്ങളുടെ മുടി അമിതമായി ചുരുണ്ട മുടിയുടയവരായിരുന്നില്ല, അങ്ങേയറ്റം മുടി ചുരുണ്ടവരായിരുന്നില്ല നബിതങ്ങൾ. നബിതങ്ങളുടെ തലമുടി അങ്ങേയറ്റം ചുരുളുടയതായിരുന്നില്ല. വലാബിസ്സബ്തി, എന്നാൽ തീരെ ചുരുളില്ലാത്ത നിലക്കുള്ള അങ്ങേയറ്റം പൂർണമായും നീണ്ടുകിടക്കുന്ന മുടിയുടയവരുമായിരുന്നില്ല. ചെറിയ ചുരുളുള്ളതായ എന്നാ അങ്ങേയറ്റത്തെ ചുരുളോ തീരെ ചുരുളില്ലാതെ നിവർന്നു കിടക്കുന്നതായ മുടിയുടയവരോ ആയിരുന്നില്ല. ബഅസഹുല്ലാഹു തആല അലാ റഅസി 40 സന. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിലാണ് പ്രവാചകരായിട്ട് നിയോഗിച്ചത്. അല്ലാഹു തആല ജിബ്രീൽ മുഖേന നബിതങ്ങൾക്ക് വഹി ഇറക്കുന്നത് 40 വയസ്സ് പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ്. ഫഖാമ ബിമക്ക 10 സിനീൻ. ആ പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷം നബിതങ്ങൾ മക്കയിൽ 10 വർഷം താമസിച്ചിട്ടുണ്ട്. വബിൽ മദീനത്തി 10 സിനീന. നബിതങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയതിന്റെ ശേഷം മദീനയിലും 10 വർഷം താമസിച്ചിട്ടുണ്ട്. വതവഫാഹുല്ലാഹു അലാ റഅസി 60 സന. അല്ലാഹു തആല നബിതങ്ങളെ വഫാത്താക്കിയത് 60 വയസ്സുള്ള സന്ദർഭത്തിലാണ്.
എന്നാൽ നബിതങ്ങളെ വഫാത്താക്കിയിടത്തുള്ള പ്രബലമായ അഭിപ്രായം നബിതങ്ങൾ വഫാത്തായത് വൽ മുറജ്ജഹു അന്നഹു 63 ശമാഇലുൽ മുഹമ്മദിയയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ മുല്ലാ അലിൽ ഖാരി ജംഉൽ വസാഇൽ എന്ന കിതാബിൽ പറഞ്ഞു കാണാം, പ്രബലം നബിതങ്ങൾ വഫാത്തായത് 63 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ഈ ഹദീസിൽ 60 പൂർണ്ണമായിട്ടും 60 വയസ്സ് എത്തിയപ്പോഴാണ് അല്ലാഹു തആല നബിതങ്ങളെ വഫാത്താക്കിയത് എന്ന് പറഞ്ഞത്. അവിടുള്ള പൊട്ടായ 3 ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, ഒരു ഇരട്ട സംഖ്യ പ്രയോഗിച്ചതാണ്. യഥാർത്ഥത്തിൽ നബിതങ്ങൾ എന്താണ് വഫാത്തായത് 63 വയസ്സുള്ളപ്പോഴാണ്. وليس في رأسه ولحيته 20 شعرة بيضاء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ തലയിലോ താടിരോമത്തിലോ നരച്ച 20 മുടി പോലും ഉണ്ടായിരുന്നില്ല. നബിതങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ഹബീബായ നബിതങ്ങൾക്ക് 63 വയസ്സുള്ളപ്പോഴാണ് വഫാത്തായത്. ആ വഫാത്തായ സന്ദർഭത്തിൽ നബിതങ്ങളുടെ തലമുടിയിലും താടിരോമത്തിലുമായിട്ട് ആകെ നരച്ച മുടിയുണ്ടായിരുന്നത് 17-18 മുടിയായിരുന്നുവെന്ന് സ്വഹീഹായ സനദ് കൊണ്ട് ഇബ്നു സഅദ് ഉദ്ധരിച്ചതായിട്ട് ഇതാ വ്യാഖ്യാനങ്ങൾ മുല്ലാ അലിൽ ഖാരിക്ക് ശമാഇലുൽ മുഹമ്മദിയയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി കാണാം. എന്നാൽ നബിതങ്ങൾക്ക് തീരെ നരച്ച മുടി ഉണ്ടായിരുന്നില്ല എന്ന് ചില ഹദീസിൽ കാണാം. അതിന്റെ ഉദ്ദേശം നബിതങ്ങൾക്ക് ഓവറായിട്ട് നരച്ച മുടി ഉണ്ടായിരുന്നില്ല എന്നാണ്. നബിതങ്ങളുടെ തലമുടിയിലും താടിയിലുമായിട്ട് 17ഓളം നരച്ച മുടികൾ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസ് കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. നബിതങ്ങളെ അല്ലാഹു തആല അധികം നര കൊടുത്തില്ല. കാരണം എന്താണ്? മുല്ലാ അലിൽ ഖാരിയൊക്കെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണാം, നരയെന്നത് ഒരു എന്താണല്ലോ, പ്രകാശമാണല്ലോ. നരയെന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വഖാറും നൂറുമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെതായ പ്രകാശമാണ്, അവന്റെ ഒരു ഗാംഭീര്യമാണ്. ഒരാള് മൻസാബ ശൈബത്തുൻ ബിൽ ഇസ്ലാമി കാനതു ലഹു നൂറൻ യൗമൽ ഖിയാമ. ഒരാൾ ഇസ്ലാമിൽ വെച്ച് മുസ്ലിമായി കൊണ്ട് നരച്ചിക്കണമെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ ആ നര അവന് പ്രകാശമായി വരുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നബിതങ്ങൾക്ക് 63 വയസ്സായിട്ടും നര കുറഞ്ഞു പോയത് എന്താണ് എന്നതിന്റെ ഹിക്മത്ത് മുല്ലാ അലിൽ ഖാരിയൊക്കെ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ സ്ത്രീകൾ പൊതുവെ വെറുക്കുന്ന ഒന്നാണ്. നര എന്നതിനെ സ്ത്രീകൾ പൊതുവെ പ്രകൃതിയാലെ വെറുക്കുന്ന ഒന്നാണ്. ആ ഒന്ന് നബിതങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നബിതങ്ങളുടെ ഇതാ തലമുടിയും താടിരോമങ്ങളും നരക്കാത്ത നിലക്ക് തന്നെ സ്ഥിരപ്പെടുത്തിയത്. ഫലാ യഹ്സുൽ മുലാഅമതു വൽ മുമാസലതു കാമില. അവിടുത്തെ ഭാര്യമാരോട് അങ്ങേയറ്റത്ത അവർക്ക് നബിതങ്ങളോടുള്ളതായ ആ ബഹുമാനവും സ്നേഹവും കൂടുന്നതിന് വേണ്ടി പ്രകൃതിയാലെയുള്ള സ്ത്രീകളുടെ നരയോടുള്ള വെറുപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നബിതങ്ങളുടെ തലമുടിയും താടിരോമവും നരപ്പിക്കാഞ്ഞത് എന്നെല്ലാം മുല്ലാ അലിൽ ഖാരിയൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബിതങ്ങൾ അപ്പൊ വഫാത്താകുന്ന സന്ദർഭത്തിൽ നര വളരെ കുറവായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസ് നമുക്ക് തന്ന നബിതങ്ങളല്ല, അവിടുത്തെ സ്വഭാവത്തെ, അവിടുത്തെ ശരീര പ്രകൃതിയെ സംബന്ധിച്ചാണ് നമുക്ക് ഈ ഹദീസ് നൽകിയത്. നബിതങ്ങൾ ഓവർ നീളമുള്ളവരായിരുന്നില്ല,
അങ്ങേയറ്റം പൊക്കം കുറഞ്ഞവരുമായിരുന്നില്ല. എന്നാൽ നബിതങ്ങൾ വെള്ളപ്പാണ്ടിനോട് സാദൃശ്യമായ വെളുത്തവരുമായിരുന്നില്ല നബിതങ്ങൾ. മറിച്ച് നബിതങ്ങൾ ചുമപ്പ് കലർന്ന പ്രകാശമുടയ വെളുപ്പുടയവരായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രധാനപ്പെട്ട നബിതങ്ങളുടെ ശരീരഘടനയെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രത്യേകിച്ചും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബിതങ്ങളുടെ മദ്ഹ് പറയാനും അവിടുത്തെ സൗന്ദര്യത്തെ സംബന്ധിച്ച് പറയാനും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് പറയാനൊക്കെ അല്ലാഹു അവിടുത്തെ നബിതങ്ങളെ പാടി പുകഴ്ത്താനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.